സ്വിച്ച് എന്താണെന്ന് നോക്കാം. സ്വിച്ച് എന്ന് പറയുന്നത് എന്താ, ഒരു ഇൻ്റലിജൻറ്റ് ഡിവൈസാണ്. നമുക്ക് സെവറൽ കമ്പ്യൂട്ടേഴ്സിനെ ഒരു നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നൊരു ഹബ്ബ് പോലെ തന്നെ ഉള്ളൊരു ഡിവൈസാണ് സ്വിച്ച് എന്ന് പറയുന്നത്. ഇനി സ്വിച്ചിൻ്റെ പെർഫോമൻസ് ഹബിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബെറ്ററാണ്, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് ഈ സ്വിച്ച് എന്ന് പറയുന്നത്. കാരണം സ്വിച്ചിന് ലൊക്കേഷൻസ് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻസ് ഡിറ്റർമൈൻ ചെയ്യാനുള്ള കഴിവുണ്ട്. ഒരു കമ്പ്യൂട്ടറിന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഒരു ഡാറ്റ അയക്കണം എന്നുണ്ടെങ്കിൽ അത് ഹബ്ബാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്താ, എല്ലാ കമ്പ്യൂട്ടേഴ്സിലേക്കും അത് അയച്ചു കൊടുക്കും അല്ലേ. പക്ഷെ സ്വിച്ച് ആണെന്നുണ്ടെങ്കിലോ എവിടേക്കാണോ അല്ലെങ്കിൽ ഏത് കമ്പ്യൂട്ടറിലേക്കാണോ ഡെസ്റ്റിനേഷൻ കൊടുത്തിട്ടുള്ളത് അവിടേക്ക് മാത്രം ആ സ്വിച്ച് ആ ഒരു ഡാറ്റ പാക്കറ്റിന് എത്തിക്കുന്നു. എല്ലാ കമ്പ്യൂട്ടേഴ്സിനും അത് അയച്ചു കൊടുക്കണില്ല. അതാണ് പറയുന്നത്, ഡെസ്റ്റിനേഷൻ എവിടേക്കാന്ന് നോക്കിയിട്ട് ആ ഒരു ഡാറ്റ പാക്കറ്റിനെ കൊണ്ടെത്തിക്കാനുള്ള കഴിവ് സ്വിച്ചിനുണ്ട്. അതുപോലെ തന്നെ അതെന്തുകൊണ്ടാണ്, ഓരോ ഡെസ്റ്റിനേഷൻ നോഡിൻ്റെയും അല്ലെങ്കിൽ എല്ലാ കമ്പ്യൂട്ടേഴ്സിൻ്റെയും അഡ്രസ്സസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതുകൊണ്ടാണ് ഓരോ പാക്കറ്റ് വരുമ്പോഴും അതിൻ്റെ ഡെസ്റ്റിനേഷൻ നോക്കിയിട്ട് ഡാറ്റ അയക്കാനായിട്ട് സ്വിച്ചിന് പറ്റുന്നത്. അതുകൊണ്ട് തന്നെ സ്വിച്ചിനുള്ളൊരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ഡാറ്റ ട്രാഫിക് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ട്രാഫിക് കുറയ്ക്കുക എന്നുള്ളതാണ്. അതാണൊരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഹബ്ബും സ്വിച്ചും കമ്പയർ ചെയ്ത് ചോദിക്കുന്നതാണ് കാര്യം. കമ്പ്യൂട്ടേഴ്സിനെല്ലാതും ഒരു ഡിവൈസിലേക്ക് കണക്ട് ചെയ്യുന്നു, അതൊക്കെ സെയിം തന്നെയാണ്. പക്ഷേ പെർഫോമൻസ് നോക്കുമ്പോൾ രണ്ടിനും വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ രണ്ടും കമ്പയർ ചെയ്ത് ചോദിക്കാറുണ്ട്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഹബ് ആൻഡ് സ്വിച്ച് എന്ന് ചോദിക്കാറുണ്ട്. ഇനി നെക്സ്റ്റ് ഡിവൈസാണ് റിപ്പീറ്റർ. റിപ്പീറ്റർ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളുടെ ഒരു ഡാറ്റ ഒരു സെൻറ്ററിൽ നിന്ന് ഒരു റിസീവറിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആ പോകുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു റിപ്പീറ്റർ യൂസ് ചെയ്യാൻ പറ്റും. റിപ്പീറ്റർ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പോൾ സെൻട്രലിൽ നിന്ന് നമ്മുടെ ഡാറ്റ റിപ്പീറ്ററിലെത്തി. അപ്പോൾ അതിന് ആ സിഗ്നലിനെ ഒന്നുകൂടി ഒന്ന് സ്ട്രെങ്തൻ ചെയ്യും റിപ്പീറ്റർ, എന്നിട്ട് ഡെസ്റ്റിനേഷനിലേക്ക് കൊടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് റിപ്പീറ്റർ യൂസ് ചെയ്യുക. നമ്മളുടെ ഇൻകമ്മിങ് സിഗ്നൽസിനെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് ആംപ്ലിഫൈ ചെയ്തിട്ട് ഡെസ്റ്റിനേഷനിലേക്ക് കൊടുക്കാനാണ് റിപ്പീറ്റർ യൂസ് ചെയ്യുക. ഇവിടെ പറയുന്നുണ്ട്, ഈ റിപ്പീറ്റർ ഈസ് എ ഡിവൈസ് ദാറ്റ് റീജനറേറ്റ്സ് ഇൻകമ്മിങ് ഇലക്ട്രിക്കൽ, വയർലെസ് ഓർ ഓപ്റ്റിക്കൽ സിഗ്നൽസ് ത്രൂ എ കമ്മ്യൂണിക്കേഷൻ മീഡിയം. അല്ലേ, ഇൻകമ്മിങ് സിഗ്നൽസിനെ എന്ത് ചെയ്യുന്നു, റീജനറേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയം വഴി എത്തിക്കുന്നു. അതിനാണ് റിപ്പീറ്റർ യൂസ് ചെയ്യുന്നത്. ഇനി ബ്രിഡ്ജ് എന്താ നോക്കാം. ബ്രിഡ്ജ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ സാധാരണ ബ്രിഡ്ജ് എന്തിനാണ് യൂസ് ചെയ്യുക, രണ്ട് സൈഡുകളെ തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെയാണ്. അവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, നെറ്റ്വർക്ക് ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പ്യൂട്ടർ ഉണ്ട്.